ആരോടൊക്കെയാണ് ഈ സ്നേഹം കാണിക്കേണ്ടത്? പ്രവാചകത്തെ സന്ദേശ സ്നേഹമാണെങ്കിൽ ആരോടൊക്കെയാണ് സ്നേഹം കാണിക്കേണ്ടത്? പാവപ്പെട്ടവനോട്, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്നവനോട്, നമ്മുടെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്നവരോട്, നമ്മുടെ പാടത്ത് പണിയെടുക്കുന്നവരോട്, അവരോട് നിങ്ങൾ സ്നേഹം കാണിക്കണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വേണ്ടി നിൽക്കുമ്പോ ആ വേലക്കാരന്റെ കയ്യിൽ നിന്ന് അറിയാതെ എങ്ങാനും വിലപിടിപ്പുള്ളൊരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയാൽ ആ ഗ്ലാസ് പൊട്ടിപ്പോയതിന്റെ പേരിൽ വേലക്കാരനെ നിങ്ങൾ അടിക്കരുത്, അവനെ നിങ്ങൾ ശകാരിക്കരുത്. നീ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഏറെ വിലയുള്ളൊരു ഗ്ലാസ് ആയിരിക്കാം, ഒരു ഏറെ വിലയുള്ള ലൈറ്റ് ആയിരിക്കാം, അതെങ്ങാൻ അറിയാതെ താഴെ വീണ് പൊട്ടിയാൽ അതിന്റെ പേരിൽ നിന്റെ വേലക്കാരനെ അടിക്കരുത്. കാരണം അത് വേലക്കാരന്റെ തെറ്റല്ല, ആ പൊട്ടിപ്പോയ ഗ്ലാസ് ആണെങ്കിൽ പോലും ആ ഗ്ലാസ് പാത്രത്തിന് നിങ്ങളെ പോലെ അള്ളാഹു ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ആയുസ് തീർന്നപ്പോ താഴെ വീണ് പൊട്ടിയെന്നല്ലാതെ മനുഷ്യനെ പോലെ പാത്രങ്ങൾക്കും അള്ളാഹു ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, ഒരായുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് അവധി എത്തിയപ്പോ അതിന്റെ ആ തീരുമാനമുണ്ടായി എന്നല്ലാതെ അതിന് നിന്ന് വേലക്കാരൻ കുറ്റക്കാരനല്ലെന്ന്. കാരണാക്സിന് മുമ്പ്, ഏംഗൽസിന് മുമ്പ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ വിപ്ലവകാല ലോകത്തോട് പറഞ്ഞു കൊടുത്ത തൊഴിലാളിയുടെ അവകാശത്തെ കുറിച്ച് ലോകത്തൊരു മഗ്നാ കാർട്ട രൂപീകരിച്ച ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ മുത്തേ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും സ്നേഹം കാണിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹം കറുത്തവന് വെളുത്തവന് മാത്രമല്ല. ബിലാല് കൈബാലയത്തിന് മുകളിൽ കിടന്ന് കറുത്തവനായ ബിലാല് ബാങ്ക് വിളിച്ചപ്പോ മക്കാ ഖുറൈശികള് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പരിഹസിച്ചിരിക്കവേ കറുത്തവനായ ബിലാലിനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വെച്ചിട്ട്, ഇതാരെന്നറിയോ? ഇതെന്റെ സഹോദരനായ ബിലാലാ, ഇതെന്റെ ബിലാലാ, ഇതെന്റെ ബിലാലാ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല കറുത്തവനായ ബിലാലിനെ വിളിച്ചു, കറുമ്പിയുടെ മകനെ, എടാ കറുമ്പിയുടെ മകനെ. പൊട്ടിക്കരന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ലോകസമത്വ സാഹോദര്യത്തിന്റെ സന്നിവേശത്തിന്റെ സന്നിധാനം രൂപീകരിച്ച മുത്തറസൂലിന്റെ ചാരത്ത് വന്നിട്ട് പരിഹാസത്തിന്റെ കൂരമ്പുകളേറ്റ് പിടയുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട്, നീ ബിലാലിനെ കറുമ്പിയുടെ മകനെ എന്ന് വിളിച്ചോ? വിളിച്ചു, യാ റസൂലല്ലാഹ് എന്നാ വിളിക്ക് അബൂദർ, നേതാവേ എന്ന് വിളിക്ക് അബൂദർ, വിളിക്ക് സയ്യിദേ, സയ്യിദേ, സയ്യിദേ. കറുമ്പിയുടെ മകനെ എന്ന് വിളിച്ച് അപഹസിച്ച നാവ് കണ്ട് വിളിക്ക് അബൂദർ, നേതാവേ എന്ന് വിളിക്ക് അബൂദർ. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിവർത്തനത്തിന്റെ പടപ്പുറപ്പാട്ട് പാടിയ അടിച്ചു മറ്റപ്പെട്ടു പോയ അവകാശവർഗത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ അവകാശത്തിന്റെ പുനരേകീകരണത്തിന് വേണ്ടി ഒരു ശാക്തിക ചേരിയെ രൂപാന്തരപ്പെടുത്തിയ ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറിനെ കൊണ്ട് വിളിപ്പിച്ചു. മക്കാ ഖുറൈശികൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് പോലും അവരുടെ വംശാധിപത്യത്തിന്റെയും ജാതിവെറിയുടെയും അനുരണനങ്ങൾ അവരുടെ ഹൃദയാന്തരത്തിൽ സ്ഫുലിംഗം പോലെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ വിളിക്ക് സയ്യിദേ. അബൂദർ റളിയല്ലാഹു തആല വിളിച്ചു. എന്താ വിളിച്ചതെന്നറിയോ? സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇനി ആരും വിളിച്ചു പോകരുത്. ഇതാരെന്നറിയോ? ഇതെന്റെ ബിലാലാ, ഇതെന്റെ ബിലാലാ. ഹബീബ്
ഹബീബായ നബി തങ്ങളുടെ സ്നേഹം കിട്ടാത്തവരാരുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമുക്ക് പറയുവാനും കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്നേഹ കുടീരത്തിന്റെ കാവ്യ പല്ലതങ്ങളെ നുകർന്നുപോയ എത്രയെത്ര കൗമുദങ്ങളാണ് രോഗദരിദ്രത്തിന് മാറി നിന്നത്. അത് തൊഴിലാളിയോട് മാത്രമല്ല, അത് കച്ചവടക്കാരനോട് മാത്രമല്ല, അത് കറുത്തവനോട് മാത്രമല്ല, ലോകത്തുകൂടി തന്നെ മുമ്പിലൂടെ നടന്നുപോയ നാൽക്കാലികളോട് പോലെ സ്നേഹം കാണിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ വനാന്തരത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു മാൻപേടയെ കാട്ടാളം പിടിച്ചിട്ട് കരുത്തിറക്കാൻ പോകുന്നത്. മാൻപേട കാട്ടാളനോട് പറഞ്ഞു, കാട്ടാള, എന്നെ നീ ഒന്ന് വിട്ടയക്കുമോ? ഞാൻ എന്റെ വീട്ടിൽ പോയി എന്റെ ഭാര്യ മക്കളോട് പറഞ്ഞിട്ട് വരട്ടെയോ? അവരറിഞ്ഞിട്ടില്ല നീ എന്നെ കൊല ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞാനൊന്ന് പോയിക്കൊള്ളട്ടെയോ? കാട്ടാള സമ്മതിക്കാതിരിക്കവേ, നീ അവിടെ പോയി തിരിച്ചു വരുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? എന്റെ വലയിൽ നിന്ന് പോയാൽ തിരിച്ചു വരുമോ? ആ സമയത്താണ് മാൻപേട നോക്കുമ്പോ മണലാരുണ്യത്തിന്റെ മറുഭാഗത്തുകൂടി നടന്നു പോകുന്നു മദീനത്തിന്റെ നിർമ്മണം. അതിലൂടെ നടന്നു പോകുന്നു 1000 ചന്ദ്രഗോളങ്ങൾ പൗർണമി രാത്രിയിൽ വിജൃംഭിതമായി നിന്നതുപോലെ ചാച്ചലമായ സൗന്ദര്യത്തിന്റെ പ്രഫുല്ലമായ രൂപം നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ മാൻപേട സംസാരിക്കാൻ തുടങ്ങി മുത്തുനബിയോട്, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഈ വേട്ടക്കാരൻ എന്നെ കൊല്ലാൻ പോവുകയാ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ ഭാര്യ മക്കൾ എന്റെ കൂട്ടിൽ കാത്തിരിക്കുമ്പോ ഒരൽപ്പ സമയം എനിക്കൊന്ന് കിട്ടിയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് തിരിച്ചു വരാമെന്ന് പറയവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാൻപേടയുടെ പിടിയിൽപ്പെട്ട ആ കാട്ടാളനോട് പറഞ്ഞു, കാട്ടാള, ഈ മാൻപേടയെ നീ വിട്ടുവീട്, അത് കൂട്ടിൽ പോയി യാത്ര പറഞ്ഞിട്ട് വരട്ടെ. ചിരിച്ചിട്ട് ചോദിച്ചു, മുഹമ്മദ്, നിനക്ക് ഭ്രാന്തുണ്ട് മുഹമ്മദ്? ഈ മാൻപേട കൂട്ടിൽ പോയിട്ട് തിരിച്ചു വരികയോ? ലോകത്തിന്റെ സൗന്ദര്യം പറഞ്ഞതെന്നറിയോ? ആ മാൻപേട തിരിച്ചു വരുന്നത് വരെ നിന്റെ മുമ്പിൽ അതിന് പകരം ഞാൻ ജാമ്യം നിൽക്കാം. ആരാ പറയുന്നത് മാൻപേടക്ക് വേണ്ടി ഞാൻ ജാമ്യം വെച്ചു തരാ? ആരാ പറയുന്നതാരാ? തുറഊഫ് ഹേ തുറഹീം ഹേ തുറസൂല റബ്ബേ കരീം ഹേ, തുറഊഫ് ഹേ തുറഹീം ഹേ തുറസൂല റബ്ബേ കരീം ഹേ. റഊഫും റഹീമുമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേട്ടക്കാരെ സമ്മതിച്ചു. മാൻപേട നേരെ വീട്ടിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോ ഭാര്യ മക്കൾ പറഞ്ഞു, പോവണ്ട മക്കളെ, ഞാൻ പോവുകയാണ് വേട്ടക്കാരന്റെ കൊടുവാളിനടുക്കലേക്ക്. മക്കള് പറഞ്ഞു, പോവണ്ട. മാൻപേടയോട് പറയാണ്, പോവണ്ട. ഇല്ല ഇല്ല, എനിക്ക് പകരം ഞാനൊരാള് ജാമ്യം നിർത്തിയിട്ട് വന്നതാ. അതിന് നമുക്കുണ്ട്. ആരെങ്കിലും ജാമ്യം നിൽക്കട്ടെ, നമുക്ക് രക്ഷപ്പെടാമല്ലോ. മാൻപേടക്ക് പോലും മനസ്സ് വന്നില്ല. ഇല്ല, എന്റെ വാക്ക് വിശ്വസിച്ചിട്ട് മാൻപേടയുടെ ജാമ്യം നിന്ന മനുഷ്യര് വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല. ആരാ പറയുന്നത്? മനുഷ്യനല്ല മാൻപേട. കുറെ സമയം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് കാട്ടാളന്റെ മുമ്പിൽ നിൽക്കുകയാ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാട്ടാളൻ പറഞ്ഞു, മുഹമ്മദേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു മാൻപേട തിരിച്ചു വരുമെന്ന് ജാമ്യം നിന്ന് നീ എത്ര മന്ദബുദ്ധിയാ, നീ എത്ര ബുദ്ധിശൂന്യനാ. അതുകൊണ്ട് മാൻപേടക്ക് പകരം നിന്റെ കരുത്ത് ഞാൻ ഇറക്കുമെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കരുത്തിലേക്ക് മിന്നിത്തിളങ്ങുന്ന ഉടവാള് വേടൻ കരുത്തിലോട്ട് വെക്കാൻ പോകുമ്പോ നിന്നെ പോലൊരു ബുദ്ധിശൂന്യൻ ആരാണുള്ളത്? ഒരു നാൽക്കാലിക്ക് വേണ്ടി ആരാണ് ജാമ്യം നിൽക്കുന്നത്? കരുത്തിലേക്ക് കത്തിവെക്കാൻ പോകുമ്പോ അതാ മരുഭൂമിയുടെ അങ്ങേറ്റെന്ന് ഓടിപ്പതച്ചു വരുന്നു മാൻപേട. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഞാനിതാ വന്നു നബിയേ, ഞാനിതാ വന്നു യാ റസൂലല്ലാഹ്.
അതുകൊണ്ടാണ് മുസ്ലിം ലോകം ഇന്നും പാടുന്നത് വാതാക്കൽ ഊദു യബ്കി വതറൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദകൽ റബിയുൻ നുഫൂറു യാ നബി. മാൻപേടയോട് പോലും നാൽക്കാലികളോടും കരുണ കാണിച്ചു കൊടുത്തു. അവരോട് സ്നേഹമെന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത സ്നേഹത്തിന്റെ അധ്യായത്തിൽ പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.